ഹലോ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് ടൈപ്പ് ഓഫ് ഡോറാണ്. നമ്മൾ എക്സാമിൻ്റെ ഡേറ്റ് ഇങ്ങനെ അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ നമ്മളിന്ന് ടോപ്പിക് അത്യാവശ്യം ഡോർ കംപ്ലീറ്റ് ഒന്ന് കഴിക്കണം എന്നുള്ള രീതിയിലാണ് വീഡിയോ ചെയ്യുന്നത്. ടൈപ്പ് ഓഫ് ഡോർ 4 ടൈപ്പ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ലഡ്ജ്ഡ് ഡോർ. ഒരു ലഡ്ജ് എന്നൊരു കമ്പൗണ്ട് ഉണ്ട്, അതാണ് മെയിനായിട്ടുള്ളൊരു കമ്പൗണ്ട്. ഇനി അടുത്ത പേര് പഠിക്കാൻ എളുപ്പമാണ്. അടുത്ത പേര് ഈ ലഡ്ജിനോട് കൂടി ബ്രേസ് എന്നൊരു കമ്പൗണ്ട് കൂടി ആ ഡോറിൽ വരും. ഓക്കെ ആണോ? ഫസ്റ്റത്തെ ലഡ്ജ്ഡ്, രണ്ടാമത്തെ ലഡ്ജ്ഡ് പ്ലസ് ബ്രേസ്ഡ്. ഓക്കെ ആണോ? ഇനി മൂന്നാമത്തെ ഈ ബ്രേസിന് പകരം ലഡ്ജിൻ്റെ കൂടെ എന്താണ്, ഫ്രെയിമാണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ അതിൻ്റെ പേരെന്താവും? ലഡ്ജ്ഡ് ആൻഡ് ഫ്രെയിംഡ് എന്നാവും. ലാസ്റ്റ് നാലാമത്തെ ക്ലാസിഫിക്കേഷൻ ലഡ്ജ്ഡ്, ഫ്രെയിംഡ്, ബ്രേസ്ഡ് ഇതെല്ലാം ഉണ്ടാവും. അപ്പോൾ ക്ലാസിഫിക്കേഷൻ പഠിക്കാൻ എളുപ്പമാണ്. ഫസ്റ്റ് ലഡ്ജ്, രണ്ടാമത്തെ ലഡ്ജും ബ്രേസും, മൂന്നാമത്തെ ലഡ്ജും ഫ്രെയിമും, നാലാമത്തത് ഇതെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ നോക്കാം, ലഡ്ജ്ഡ് ഡോർ. അതിൽ ചിത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് കണ്ടോ, ഇത് നമ്മൾ കട്ടില എന്ന് പറയില്ലേ, കട്ടില എന്ന് പറയും. ഇതാണ് നമ്മൾ ചുമരിൽ വെക്കുക. ഇതെല്ലാം നമുക്ക് നോക്കേണ്ടത്, നമുക്ക് നോക്കേണ്ട ഡോറാണ് അല്ലേ. നമ്മൾ കട്ടില എന്ന് വിളിക്കും ഞങ്ങളുടെ നാട്ടിൽ ഇടാം. അപ്പം നമ്മുടെ ഫ്രെയിം, ഇതാണ് ഫ്രെയിം. ഈ ഫ്രെയിമിലേക്കാണ് നമ്മൾ ഡോറ് പോയി അടഞ്ഞിരിക്കുക. ഈ ഭാഗം നമ്മൾ ചുമരിൻ്റെ ഉള്ളിലേക്ക് പോകും. അപ്പോൾ ഇവിടെ ഒരു ഹിഞ്ച് കൊടുത്തിട്ടുണ്ടല്ലേ. ഈ കാണുന്ന ഹിഞ്ച് കണ്ടോ നിങ്ങൾ? ഈ കാണുന്ന ഹിഞ്ച് ടീ ഹിഞ്ച് എന്നാണ് പറയുക കേട്ടോ. അതിനെ പണ്ട് കാലത്തൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്നു, ടീ ഹിഞ്ച്. ഈ ടീ ഹിഞ്ചാണ് നമ്മൾ ഈ ഫ്രെയിമും നമ്മുടെ ഡോറും തമ്മിൽ, നമ്മുടെ വാതിലും കട്ടിലയും തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുക, ടീ ഹിഞ്ച്. ഓക്കെ ആണോ? ഇനി മുകളിലും അടിയിലും ടീ ഹിഞ്ച് ഉണ്ട്. അപ്പോൾ മിനിമം 2 എന്തായാലും വേണ്ടി വരും അല്ലേ. നമുക്ക് അടുത്ത് നോക്കാം. ഇനി ഡോറിനെ പറ്റി നമ്മൾ പഠിക്കേണ്ടത്, ഇതാണ് നമ്മുടെ ഡോറ്. നമ്മുടെ വാതിൽ വരുന്നത് ഇത് ഫസ്റ്റ് പലക, രണ്ടാമത്തെ 3, 4, 5, 6 പലകളുണ്ട്. ഓക്കെ ആണോ? ഈ ഓരോ പലകളും നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട് അല്ലേ. ജോയിൻ ചെയ്തിട്ട് മാത്രമല്ല, എല്ലാ പലകളും കൂടിയിട്ട് നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്, ഒരു ലഡ്ജ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അതിൻ്റെ പിന്നിലെ പിൻഭാഗത്ത് എന്ത് കൊടുത്തിട്ടുണ്ട്, ഒരു വിലങ്ങനെ എന്ന് പറയുമ്പോൾ ഒരു ക്രോസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ലഡ്ജ് ആകുന്നൊരു പലകയുടെ കമ്പൗണ്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഒന്ന് ഇവിടെ ഉണ്ട്, നടുവിലൊന്നുണ്ട്, ഏറ്റവും ലാസ്റ്റ് ഉണ്ട്. അപ്പോൾ ടോപ്പിൽ കൊടുക്കുന്നതിന് ടോപ്പ് ലഡ്ജ് എന്ന് പറയും, രണ്ടാമത്തേന് മിഡിൽ, ലാസ്റ്റത്തെ ബോട്ടം ലഡ്ജ്. ഇപ്പോൾ ചിത്രം മനസ്സിലായോ നിങ്ങൾക്ക്? അതിൻ്റെ സൈഡ് വ്യൂ നമുക്ക് നോക്കി നോക്കാം. സൈഡ് വ്യൂ ഇത് നമ്മൾ ലിൻഡൽ വരുന്നുണ്ട്. ലിൻഡലിൻ്റെ അടിയിൽ നിന്നുണ്ടാവും നമ്മൾ ഈ കട്ടിലയുടെ ഹെഡ് ഉണ്ടാവും. ഈ ഹെഡ് ഇതിൻ്റെ സൈഡ് വ്യൂ ആണ്. ഇത് മരം മുറിച്ചപ്പോൾ ഈ ഷേപ്പാണ് വരിക കേട്ടോ. നമ്മുടെ മരത്തിൻ്റെ ഗ്രെയിൻസ് ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ കട്ടിലുണ്ടാവും. കട്ടിലയുടെ ഇനി സൈഡ് ഉണ്ട്, ഈ വാതിലുണ്ട്. വാതിലിൻ്റെ ഒരു ഭാഗം മുന്നിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് എന്തായാലും ഫിനിഷ് ആയിട്ടുള്ള ബാറ്റേൺസ് ആണ് പല. പക്ഷേ അതിൻ്റെ പിന്നാമ്പുറത്ത് നിന്നുണ്ടാവും, പിൻഭാഗത്ത് നിന്നുണ്ടാവും ഇതുപോലെ ലഡ്ജ് ഉണ്ടാവും കണ്ടോ, ടോപ്പ് ലഡ്ജ്. അതായത് ജസ്റ്റ് ഇങ്ങനെ ഒരു പലക എന്ത് ചെയ്തു, നമ്മൾ വിലങ്ങനെ കൊടുത്തു, കോസ് വൈസ് ആയിട്ട് കൊടുത്തു. ഈ പ്ലാങ്കിന് പലകൾ ഇങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്തു, പ്ലാങ്കിന് കോസ് വൈസ് ആയിട്ട് കൊടുത്തു. ചിത്രം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി കാര്യങ്ങൾ പറയണേ. അതിൽ ഒന്നാമത്തെ, ദിസ് ഈസ് ദി സിംപ്ലസ്റ്റ് ടൈപ്പ് ഓഫ് ഡോർ. ഫസ്റ്റ് പോയിന്റ് ഇത് പഠിക്കണം. ഏതാണ് സിംപ്ലസ്റ്റ്? ലഡ്ജഡ് ആണ് സിംപ്ലസ്റ്റ്. യൂസ്ഡ് ഫോർ നാരോ ഓപ്പണിംഗ്. ചെറിയ നാരോ ആയിട്ടുള്ള ഓപ്പണിങ്ങിലാണ് നമ്മൾ ഉപയോഗിക്കുക. വേർ ദി സ്ട്രെങ്ത് ആൻഡ് അപ്പിയറൻസ് ആർ നോട്ട് ഇമ്പോർട്ടൻറ്റ്. നമുക്ക് സ്ട്രെങ്ത്ത്, വലിയ സ്ട്രെങ്ത്ത് വേണ്ട, അതെ, ഉള്ളിൽ വിലപിടിപ്പുള്ള ഒന്നുമില്ല. അതുപോലെ തന്നെ അപ്പിയറൻസ് നമുക്ക് രസമായിട്ട് തോന്നേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെ ഉപയോഗിക്കുക, നമ്മളിപ്പോൾ വീട് പണി നടക്കുകയാണ് എഴുതിക്കോ. നമ്മൾ വീട് പണി നടക്കുകയാണെങ്കിൽ നമ്മൾ താൽക്കാലികമായിട്ട് ഉണ്ടാക്കുന്ന ഡോറിൽ എന്ത് ഉപയോഗിക്കും, ഇയാൾ ഉപയോഗിക്കും അല്ലേ. കാരണം എന്തുകൊണ്ടാണ്, ഉള്ളിൽ വിലപിടിപ്പില്ല ഒന്നുമില്ല, മാത്രമല്ല അപ്പിയറൻസ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്താണ് ലഡ്ജ്ഡ് ഡോർ? സിംപ്ലസ്റ്റ് ആണ്, മാത്രമല്ല നാരോ ഓപ്പണിങ്ങിനാണ് ഉപയോഗിക്കുക, മാത്രമല്ല സ്ട്രെങ്ത്തും അപ്പിയറൻസും നോട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആ ഇമ്പോർട്ടൻസ് ഇല്ലാത്ത ഭാഗത്ത് മാത്രമേ നമ്മളിതൊന്ന് ഉപയോഗിക്കുള്ളൂ. ഇനി അടുത്ത് നോക്കാം. ദി ഡോർ കൺസിസ്റ്റ് ഓഫ് വേർട്ടിക്കൽ പീസസ് കാൾഡ് ബാറ്റൺ. ബാറ്റൺ നമ്മൾ പറഞ്ഞില്ലേ, ഈ പലകകൾ എന്ത് ചെയ്തു, ഇങ്ങനെ വേർട്ടിക്കലായിട്ട് വെച്ചു. ഈ പലകൾ കണ്ടോ, ഇങ്ങനെ വെർട്ടിക്കലായിട്ട് വെക്കുന്നതിന് നമുക്ക് എന്ത് വിളിക്കാം, ഇങ്ങനെ വെക്കുന്നതിന് നമുക്ക് എന്ത് വിളിക്കാം, ബാറ്റൺ. കണ്ടോ, ഇതാണ് പലക, ബാറ്റൺസ് എന്ന് വിളിക്കും. പലക ഇപ്പുറത്തും ഒന്നുണ്ട് കേട്ടോ, ഞാനത് ഹൈലൈറ്റ് ചെയ്യാത്തതാണ്. ദി ബാറ്റൺസ് ആർ യൂഷ്വലി ടങ്ഡ് ആൻഡ് ഗ്രൂവ്ഡ് ആർ ജോയിൻഡ് ടുഗദർ ബൈ യൂസിങ് ഹൊറിസോണ്ടൽ സപ്പോർട്ട് പീസ്. നമ്മൾ ടങ് ആൻഡ് ഗ്രൂവ് ജോയിൻ്റ് ആണ് ഇവിടെ ഉപയോഗിക്കുക. അത് വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് കേട്ടോ. നമ്മൾ ഓരോ പ്ലാങ്കും തമ്മിൽ എങ്ങനെയാണ് ടങ് ആൻഡ് ഗ്രൂവ്, അതായത് ഒന്നിലൊരു ചാല് കൊടുക്കും. ഇപ്പോൾ ഇതൊരു പലകയാണ് എഴുതിക്കോളൂ, ഇതിൽ ഞാൻ എന്ത് ചെയ്തു, ഇതിൻ്റെ ഈ എഡ്ജിൽ ഞാനൊരു ചാല് കൊടുത്തു. എന്നിട്ട് തൊട്ടടുത്ത പലകൾ എന്ത് ചെയ്യും, ഞാനൊരു പുറത്തോട്ട് തള്ളി നിൽക്കുന്ന
ഒരു ടങ് ഉണ്ടാക്കി വെക്കും. എന്നിട്ട് ടങ് ഈ ഗ്രൂവിലേക്ക് ഇറക്കി വെക്കുക ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ മനസ്സിൽ കാണാൻ കഴിയുന്നുണ്ടോ? അതാണ് ടങ് ആൻഡ് ഗ്രൂവ് ജോയിൻറ്റ്. ബൈ യൂസിങ് ഹൊറിസോണ്ടൽ സപ്പോർട്ട് പീസ് നമ്മൾ എന്ത് ചെയ്യും? ഹൊറിസോണ്ടലായിട്ട് സപ്പോർട്ട് പീസ് കൊടുക്കും. ഈ സപ്പോർട്ട് പീസിനെ വിളിക്കുന്ന പേരാണ് ലഡ്ജ്. കാരണം ഇങ്ങനെ പലകൾ ജോയിൻ്റ് ഉണ്ടല്ലേ, അതിൻ്റെ ഇടയിൽ സപ്പോർട്ടായിട്ട് കൊടുക്കുന്നതിന് വിളിക്കുന്ന പേരാണ് എന്താണ്? ലഡ്ജ്. കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. നമ്മളെന്ത് ചെയ്യും? പലകൾ ഇങ്ങനെ വെക്കും. ടങ് ആൻഡ് ഗ്രൂവ് ജോയിൻ്റ് ആണ് അല്ലേ. ഒരു പലകയുടെ സൈഡിൽ ഒരു ഹോൾ ഒരു ചാല് കീറും. ഒരു ചാല് കീറിയിട്ട് എന്ത് ചെയ്യും? തൊട്ടടുത്ത പലകയിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു നാക്ക് പോലെ അല്ലേ തള്ളി നിൽക്കുന്ന ഒരു ഭാഗം ഉണ്ടാക്കി വെക്കും. ഫിഗർ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. നമ്മളെല്ലാ ജോയിൻറ്റിനും അത് തന്നെ ഉപയോഗിക്കുക കേട്ടോ. കണ്ടോ? നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു ചാലുണ്ടാകും, മറ്റേതിൽ എന്തുണ്ടാവും? ഒരു ടങ് ഉണ്ടാവും. രണ്ടും തമ്മിൽ എന്ത് ചെയ്യും? കൂട്ടി യോജിപ്പിക്കും. എന്നിട്ട് സപ്പോർട്ട് പീസ്, അതിൻ്റെ പേരാണെന്ത്? നമ്മുടെ ലഡ്ജ്. ദി ഹൊറിസോണ്ടൽ സപ്പോർട്ട് പീസ് ഇസ് കാൾഡ് ലഡ്ജസ്. ദി കോമൺ ബാറ്റൺ സൈസ്, നമ്മൾ ഉപയോഗിക്കുന്ന ഈ പലകയുടെ സൈസ് എത്രയാണ്? 100 മില്ലിമീറ്റർ മുതൽ 150 മില്ലിമീറ്റർ വൈഡ്. അതായത് മിനിമം 10 സെൻറ്റിമീറ്റർ എന്തുണ്ടാവും? ഇതിൻ്റെ വീതി ഉണ്ടാവും. ഒരു പലകയുടെ വീതി ഉണ്ടാവും. മാക്സിമം എത്ര ഉണ്ടാവും? 15 സെൻറ്റിമീറ്റർ ഉണ്ടാവും. ഇനി തിക്നെസ് എത്രയാണ്? കാരണം എത്ര വരുള്ളൂ? 20 മില്ലിമീറ്റർ മുതൽ 30 മില്ലിമീറ്ററും. 20 മില്ലിമീറ്റർ എന്ന് പറയുമ്പോൾ എത്ര? 2 സെൻറ്റിമീറ്റർ ഉണ്ടാവും. കാരണം അതിൽ നടുവിൽ എന്ത് ചെയ്യണം? ചാല് കീറണ്ടേ അല്ലേ? ടങ് ആൻഡ് ഗ്രൂവിന് വേണ്ടിയിട്ട് ചാല് കീറണ്ടേ? അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഒരു സ്പേസ് കൊടുക്കണം. അപ്പോൾ ഒരിക്കലും 20 മില്ലിമീറ്ററിനെക്കാട്ടിലും അടിയിലുള്ള പല കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ലഡ്ജ് ഡോർ ഉണ്ടാക്കാൻ കഴിയില്ല. മാത്രമല്ല സിംപ്ലസ്റ്റ് ആണ്. അതുകൊണ്ട് ബാക്കിയുള്ള നമുക്ക് ഇപ്പോഴത്തെ പലകളൊക്കെ അറിയാലേ. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഒക്കെ ഡോറുകളെ നോക്കും നിങ്ങൾ, മിനിമം 1.5 ഉണ്ടാവും. അപ്പോൾ ഈ ലഡ്ജ് ഡോർ സിമ്പിളാണ് മനസ്സിലാക്കുന്നു. കേരള PSC പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഇത്ര കാര്യങ്ങളൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? സിംപ്ലസ്റ്റ് ഡോറാണ്. നാരോ ഓപ്പണിങ്ങിനാണ് ഉപയോഗിക്കുക. സ്ട്രെങ്ത്തും അപ്പിയറൻസും ഇമ്പോർട്ടൻസ് ഇല്ലാത്ത ഏരിയയിൽ ഉപയോഗിക്കുക. വെർട്ടിക്കൽ പീസസായി, അതായത് വെർട്ടിക്കലായിട്ടുള്ള നിൽക്കുന്ന പലകൾ എന്ത് വിളിക്കും? നമ്മൾ ബാറ്റൺ വിളിക്കും. അതിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ലഡ്ജ് കൊടുക്കും. അത് മാത്രം പഠിച്ചാൽ കേട്ടോ. ഈ ഡയമെൻഷനിൽ നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല. ഇനി കേട്ടില്ല കേട്ടോ. ദി ലഡ്ജസ് ആർ 10 സെൻറ്റിമീറ്റർ ടു 20 സെൻറ്റിമീറ്റർ വൈഡ് ആൻഡ് 25 മില്ലിമീറ്റർ ടു 30 മില്ലിമീറ്റർ. അതായത് നമ്മൾ ലഡ്ജ് പറഞ്ഞില്ലേ കേട്ടോ. ഇങ്ങനെ ടോപ്പ് ലഡ്ജ്, മിഡിൽ ലഡ്ജ് എന്നൊക്കെ ആ ലഡ്ജ് ഡോർ കണ്ടില്ലേ? അതിൻ്റെ വീതി എത്ര ഉണ്ട്? 10 സെൻറ്റിമീറ്റർ ഉണ്ട്. ഓക്കെ ആണോ? മറ്റേതിൻ്റെ പലകയുടെ വീതി എത്രയായിരുന്നു? 10 മുതൽ 15 സെൻറ്റിമീറ്റർ ആണോ? അപ്പോൾ പലകനേക്കാട്ടിലും കുറച്ച് വീതി കൂടിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുക? നമ്മൾ ലഡ്ജ് ഉപയോഗിക്കുക. കാരണം സെയിം തന്നെ കേട്ടോ. 20 മുതൽ 30 ആയിരുന്നതിൽ 30 to 40, കാരണം 20 മുതൽ 30 ആയിരുന്നു കേട്ടോ. ഇതിൽ 25 to 30 ആണ്. ഡയമെൻഷൻ നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല. എന്നാലും മാക്സിമം റാങ്ക് നോക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യുക? അതും കൂടി പഠിച്ചു വെക്കുക. ഇനി അടുത്തത് 3 ലഡ്ജസ് ആർ ജനറലി യൂസ്ഡ് ഇല്ലേ? നമ്മൾ കണ്ടു, മുകളിൽ ഉപയോഗിച്ചിരുന്നു, നടുവിൽ ഉപയോഗിച്ചിരുന്നു, അതുപോലെ താഴെ ഉപയോഗിച്ചിരുന്നു. ദി ഡോർ ഈസ് ഹങ് ഓൺ T ഹിഞ്ച് ഇല്ലേ? T ഹിഞ്ച് നമ്മൾ കട്ടിലയുടെ മുകളിൽ ഉപയോഗിക്കുന്നതാണ് T ഹിഞ്ച്. അത് ഒന്ന് കട്ടിലയും ഡോറും തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടില്ലേ? തുറക്കും അടക്കും വേണ്ടേ? അതിന് ഉപയോഗിക്കുന്ന T ഹിഞ്ച്. ആ ഫിക്സ്ഡ് ഓൺ ലഡ്ജസ്. എവിടെയാണ് ഫിക്സ് ചെയ്യുക? ഇത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് കേട്ടോ. ഈ സാധനം എവിടെ ഫിക്സ് ചെയ്യുക? എവിടെയാണ് ഫിക്സ് ചെയ്യുക? നിങ്ങൾ നോക്കി നോക്കൂ, ചിത്രം നോക്കി നോക്കൂ. നമ്മുടെ ഈ ടോപ്പ് ലഡ്ജ്, മിഡിൽ ലഡ്ജ്, ബോട്ടം ലഡ്ജ്. നമ്മൾ ഈ T ഹിഞ്ച് എവിടെയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്? ഈ ബാറ്റൻ്റെ മുകളിലാണോ? അല്ല. എവിടെയാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്? നമ്മുടെ ലഡ്ജിൻ്റെ മുകളിലാണ് അല്ലേ? നമുക്കറിയാം. നമ്മൾ ഇനി കുറച്ച് അടുത്ത ടോപ്പിൽ നമ്മൾ പഠിക്കും. ഗ്രെയിൻസിന് ഇങ്ങനെ പലക ചെയ്യുന്ന ഗ്രെയിൻസ് പൊട്ടും, പലക പൊട്ടും എന്നൊക്കെ നമ്മൾ പഠിക്കും. അപ്പോൾ അതിന് ഇതായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ലഡ്ജിൻ്റെ മുകളിൽ, ബാറ്റൻ്റെ മുകളിൽ അടിക്കാതെ ലഡ്ജിൻ്റെ മുകളിൽ T ഹിഞ്ച് കൊടുക്കുന്നത്. ചിത്രം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും അല്ലേ? ഇത് ഗുഡ് അപ്പിയറൻസ് ആണോ? കാരണം നമുക്ക് പിന്നെ നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? നമ്മുടെ ഈ ലഡ്ജുകൾ കാണും അല്ലേ? സിമ്പിൾ കൺസ്ട്രക്ഷനാണ്. പിന്നെ സ്ട്രെങ്ത് ഉണ്ടോ? അതായത് ഇപ്പോൾ ഈ മൂന്ന് ലഡ്ജുകൾ തള്ളിപ്പോയി കഴിഞ്ഞാൽ പിന്നെ പല ജോയിൻ്റൊക്കെ പെട്ടെന്ന് വിടാം അല്ലേ? സ്ട്രെങ്ത് ഒന്നുമില്ല. പിന്നെ അതിൻ്റെ സൈഡ് വ്യൂ നമ്മൾ കണ്ടു. ഇനി അടുത്തതാണ് ലഡ്ജ്ഡ് ആൻഡ് ബ്രേസ്ഡ് ഡോർ. അപ്പോൾ ലഡ്ജ് മാത്രമല്ല, വേറെ ഒരാളും കൂടി ഉണ്ട്. ആരാണ്? ബ്രേസ്ഡ് ഡോർ. ഫിഗർ 2 കേട്ടോ. ചിത്രം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലഡ്ജ്ഡ് ഡോറിൽ നമ്മൾ കണ്ടത് വെറും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്
ടോപ്പ് ലെഡ്ജ്, മിഡിൽ ലെഡ്ജ്, ബോട്ടം ലെഡ്ജ് ആയിരുന്നു. പക്ഷേ ഇതിൽ നിങ്ങൾ നോക്കി നോക്കുക കേട്ടോ, ഇതിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുണ്ട്, ബാറ്റൺ കണ്ടോ, പലകൾ കണ്ടോ നിങ്ങൾ, പലകകൾ ഇത് ഇങ്ങനെ വരുന്നതാണ് പലകകൾ. ഇതൊരു പല, അങ്ങനെ 6 കേട്ടോ, ഞാൻ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാതാണ്. ഇതാണ് പലക, ഓക്കെ ആണോ, ഇതാണ് പലകകൾ. ഇനി നമ്മൾ ആദ്യം പഠിച്ച ടി ഹിഞ്ച് ഒക്കെ, പിന്നെ നമ്മുടെ ഈ ബാറ്റൺ ലെഡ്ജ് കണ്ട, നമ്മുടെ ലെഡ്ജ് ടോപ്പ് ലെഡ്ജ്, മിഡിൽ ലെഡ്ജ്, ബോട്ടം ലെഡ്ജ്. പക്ഷേ ഇങ്ങനെ വിലങ്ങനെ ഡയഗണലി നമ്മൾ കൊടുക്കുന്ന സപ്പോർട്ട് മെമ്പറാണ് ആര്, ബ്രേസ്, ഓക്കെ ആണോ, ഇവിടെ പേര് കൊടുത്തിട്ടുള്ള ബ്രേസ്. അപ്പോൾ ഒന്നുകൂടി സ്ട്രെങ്ത് എന്ത് ചെയ്യും, ലെഡ്ജഡ് ഡോറിനേക്കാളും ഒന്നുകൂടി സ്ട്രെങ്ത് എന്തിനുണ്ടാവും, നമ്മുടെ ലെഡ്ജഡ് ആൻഡ് ബ്രേസ്ഡ് ഡോറിനുണ്ടാവും. നമുക്ക് നോക്കി നോക്കാം. This door differ from ledged door except that the diagonal or inclined members called brace are provided to give more strength. That's all. പിന്നെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ഡയഗണലി ഉണ്ടായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, വൈഡ് ഓപ്പണിങ്ങുള്ളടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ലെഡ്ജഡ് ആൻഡ് ബ്രേസ്ഡ് ഡോർ നമുക്ക് ഉപയോഗിക്കാം. ദി ബ്രേസ് ആർ ജനറലി സെയിം ആയിരിക്കും കേട്ടോ, 10 സെൻറ്റിമീറ്റർ മുതൽ 15 സെൻറ്റിമീറ്റർ, മാത്രമല്ല 2.5 മുതൽ 3 സെൻറ്റിമീറ്റർ നിൽക്കുന്നത്. ഇത് തന്നെയാണ് നമ്മളവിടെ കൊടുത്തത്, എവിടെ പഠിച്ചത്, ലെഡ്ജഡ് ഡോറിന് പഠിച്ചത് കേട്ടോ. ദി ബ്രേസസ് ആർ യൂഷ്വലി ഹൗസ്ഡ് ഇൻ ദി ലെഡ്ജസ്. ദി ബ്രേസസ് ആർ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സോറി, അവർ പറയുന്നത് നമ്മുടെ ബ്രേസ് ഉണ്ടല്ലോ, നമ്മൾ ഈ ഡയഗണലി കൊടുക്കണമല്ലോ, അത് ലെഡ്ജിനോട് ചേർന്നിട്ടാണ് കൊടുക്കുക കേട്ടോ, ഇതിന് രണ്ടിൻ്റെ ഇടയിലാണ് കൊടുക്കുക കേട്ടോ. ഇനി ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ദി ബ്രേസസ് മസ്റ്റ് സ്ലോപ്പ് ടുവേർഡ്സ് ഫ്രം ദി ഹാങ് സൈഡ് ആസ് ദേ ഹാവ് ടു വർക്ക് കംപ്രഷൻ ആൻഡ് നോട്ട് ടെൻഷൻ. ഇവർ ഈ കംപ്രഷനിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ടെൻഷനല്ല, കംപ്രഷനിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സ്ലോപ്പ് എന്ത് ചെയ്യണം, അപ്വേർഡായിട്ട് കൊടുക്കണം. നമ്മൾ ഹാങ്ങിങ് സൈഡിൽ നിന്ന് അപ്വേർഡായിട്ട് കൊടുക്കണം. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് കേട്ടോ നിങ്ങൾ. പിന്നെ ഹിഞ്ചൊക്കെ നമ്മൾ ടി ഹിഞ്ച് തന്നെയാണ് ഉപയോഗിക്കുക. അപ്പോൾ അടുത്ത ടോപ്പിക്കാണ് ലെഡ്ജഡ് ആൻഡ് ഫ്രെയിമഡ് ഡോർ. ഇത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ലെഡ്ജഡ് ഡോറിൻ്റെയും അതുപോലെ തന്നെ ലെഡ്ജഡ് ആൻഡ് ബ്രേസ്ഡ് ഡോറിൻ്റെയും സൈഡ് വ്യൂ കൂടി നമ്മൾ നോക്കണം. ആദ്യം നമ്മൾ ലെഡ്ജഡ് ഡോർ പഠിച്ചു അല്ലേ, ഇങ്ങനെ പലകൾ വെച്ചിട്ട് എന്ത് ചെയ്തു, അതിന് നേരെ ക്രോസായിട്ട് എന്ത് ചെയ്തു, ലെഡ്ജ് വെച്ചു. അതിനെ വിളിക്കുന്ന പേരാണ് ലെഡ്ജഡ് ഡോർ. അതിൻ്റെ സൈഡ് വ്യൂ കണ്ടോ, ഈ അറ്റത്ത് കാണുന്നതാണ് ഇത് പലക, ബാറ്റൺസ്. അതിന് നേരെ ക്രോസായിട്ട് നടുവിലും മുകളിലും അടിയിൽ വെക്കുന്നതിന് പേരാണ്, സപ്പോർട്ടിട്ട് വെക്കുന്നതിന് പേരാണ് ഇത് ലെഡ്ജ്. അതിൻ്റെ ഈ ഒരു വ്യൂ കൂടി നോക്കിക്കോട്ടോ. ഇത് നമ്മളെ കട്ടില, ഇതാണ് നമ്മളെ കട്ടില. ഒരു മിനിറ്റ്, ഇത് നമ്മളെ കട്ടില, ഇത്രയും ഐറ്റം നമ്മളെ കട്ടില. ഇതാണ് നമ്മൾ ചുമരിനോട് ചേർത്ത് വെക്കുക. ഇത് നമ്മുടെ പലക. ഈ പലകൾ ഞാൻ എന്ത് ചെയ്തു, ഒരു ഗ്രൂവ് വെച്ചു. തൊട്ടടുത്ത പലകൾ ഞാൻ എന്ത് ചെയ്തു, ഒരു ടെങ്ങ് കട്ട് ചെയ്തു. ഇതാണ് ടെങ്ങ് കണ്ടോ, ഈ അറ്റാണ് ടെങ്ങ്, ഇതാണ് ടെങ്ങ് കണ്ടോ, ഇതാണ് ടെങ്ങ്. ഞാൻ ഈ ആരോ മാർക്ക് ഇട്ട ഭാഗമാണ് ടെങ്ങ്. അപ്പോൾ ടെങ്ങും ഗ്രൂവും വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, പലകൾ വെച്ചു അല്ലേ, സപ്പോർട്ടായിട്ട് എന്ത് വെച്ചു, ലെഡ്ജ് വെച്ചു. സിമ്പിളല്ലേ. ഇനി ലെഡ്ജഡ് ആൻഡ് ബ്രേസ്ഡ് ആകുമ്പോൾ എന്താവും, സൈഡ് വ്യൂ കണ്ടെങ്കിൽ ആദ്യം ബാറ്റൺസ് ഇങ്ങനെ 6 ബാറ്റൺസ് വെച്ചു, അതിന് സപ്പോർട്ടായിട്ട് നമ്മൾ ലെഡ്ജ് വെച്ചു. സെൻറ്ററിൽ ടോപ്പിൻ്റെയും മിഡിൻ്റെയും ലെഡ്ജിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്തു, ഡയഗണലിൽ ആര് വെച്ചു, ബ്രേസ് വെച്ചു. അതാണ് ഈ ബ്രേസ് സൈഡ് വ്യൂ. നമുക്ക് എന്ത് ചെയ്യാം, ഇതും കൂടി നോക്കിക്കോളൂ കേട്ടോ. ഇതാണ് നമ്മൾ കട്ടില. ഞാനിപ്പോൾ മൗസ് കാണിക്കുന്ന ഈ ഭാഗമാണ് ഇത് നമ്മളെ കട്ടില. ഇത് കട്ടില, ഓക്കെ ആണോ. ഇനി ഇത് എന്ത് ചെയ്തു, നമ്മുടെ പല അല്ലേ, ടെങ്ങാണ് ഗ്രൂവ് ജോയിൻ്റ് വഴി 2 പലകൾ ജോയിൻ ചെയ്തിട്ടുണ്ട്, ഓക്കെ ആണോ. ഇനി ഇയാളാണത് ഫസ്റ്റ് മുകളിലും മിഡിലും താഴെയുള്ള ലെഡ്ജ്. ഇനി ഡയഗണലി ഓപ്പോസിറ്റ് 2 ലെഡ്ജിനെ തമ്മിൽ ഇതും ലെഡ്ജ്, അതിന് 2 ഡയഗണലി ഓപ്പോസിറ്റ് ചെയ്യുന്ന ആളാണ് നമ്മുടെ ബ്രേസ്. ഇതിങ്ങനെ കട്ട് സെക്ഷൻ ഫ്രീ ആണ്. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഡോറാണ് നമ്മൾ പഠിക്കേണ്ടത്, ലെഡ്ജഡ് ആൻഡ് ഫ്രെയിംഡ് ഡോർ. ദീസ് ഡോർസ് ആർ മോഡിഫൈഡ് ആൻഡ് ഡിഫർ ഫ്രം ലെഡ്ജഡ് ഡോർ. മോഡിഫൈഡ് ആണ് അല്ലേ, കാരണം നമുക്ക് ഇതിലും എന്തുണ്ടാവും, പലകൾ ഉണ്ടാവും, ഇതിലും എന്തുണ്ടാവും, ലെഡ്ജ് ഉണ്ടാവും, ഇതിലും എന്തുണ്ടാവും, ബ്രേസ് ഉണ്ടാവും. പക്ഷേ എ ഫ്രെയിം വർക്ക് ഫോർ ദി ഷട്ടർ ഈസ് പ്രൊവൈഡ് ഇൻ ദി ഫോം ഓഫ് വെർട്ടിക്കൽ പീസസ് കാൾഡ് സ്റ്റൈൽസ് ടു മേക്ക് ദി ഡോർ സ്ട്രോങ് ആൻഡ് ഗുഡ് ഇൻ അപ്പിയറൻസ്. പുതുതായിട്ടൊരാൾ വന്നു. ഫസ്റ്റ് നമ്മൾ പഠിച്ചത് ലെഡ്ജർ അല്ലേ, രണ്ടാമത് പഠിച്ചതിൽ നമ്മൾ ഇത് ലെഡ്ജറിൻ്റോട് കൂടി പുതുതായിട്ട് ആര് വന്നു, ബ്രേസ് വന്നു, ഡയഗണലി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി മൂന്നാമത്തെ പഠിച്ചില്ല ലെഡ്ജഡ് ആൻഡ് ഫ്രെയിംഡിൽ എന്താ പുതിയ പേരെന്താണ്, ഫ്രെയിംഡ് എന്നല്ലേ, ഫ്രെയിംഡ് എന്നാണ് പുതിയ പേര്. അപ്പോൾ ഇയാൾ എന്ത് വന്നു, പുതുതായിട്ട് വന്നു. പക്ഷേ പുതുതായിട്ട് വരുന്ന ഫ്രെയിമിൻ്റെ പേരാണ് എന്ത്, സ്റ്റൈല്. ഇത് മറക്കരുത്, ഇതാണ് പേര്, ഇതാണ് ഒരു ടിപ്പ്,
ഓക്കെ. പുതുതായി വരുന്ന ഫ്രെയിമിൻ്റെ പേരാണിത് സ്റ്റൈൽ. അപ്പോൾ ഈ സ്റ്റൈൽ എന്തായിട്ട് ആക്ട് ചെയ്യും? ഒരു ഫ്രെയിമായിട്ട് ആക്ട് ചെയ്യുമെന്ന് വിചാരിച്ചു നോക്കുക. ബാക്കി കൂടി വായിച്ച് നമുക്ക് ചിത്രത്തേക്ക് നോക്കുക. ചിത്രം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ദി സ്റ്റൈൽസ് ആർ ജനറലി 10 സെൻറ്റിമീറ്റർ വൈഡ്. വീതി ഏകദേശം സെയിം ആണ് അല്ലേ, പലകയുടെ അതേ വീതിയാണ്. പക്ഷേ തിക്നെസ് നോക്കി നോക്കുക നിങ്ങൾ, 4 സെൻറ്റിമീറ്റർ കനം. 4 സെൻറ്റിമീറ്റർ കനം ഉണ്ടാവുമോ? കാരണം അത്രയും കനം കൂടിയ നമ്മുടെ ബാറ്റൺ എന്ന് പറയുന്ന 6 പലക ഉണ്ടല്ലോ, അതിൻ്റെ ഡബിൾ കനമുള്ള ആളാണ് ആര്? നമ്മുടെ സ്റ്റൈൽ എന്ന് പറയുന്ന ഈ ഫ്രെയിം. ദി ബാറ്റൺസ് ആൻഡ് 3 ലെഡ്ജസ് ആർ പ്രൊവൈഡഡ് ആസ് യൂഷ്വൽ. നമ്മൾ പറഞ്ഞു മോഡിഫൈഡ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? മോഡിഫിക്കേഷൻ ആണല്ലേ. അപ്പോൾ പഴയ ആൾക്കാർ അവിടെ ഉണ്ട്, ബാറ്റണും അവിടെ ഉണ്ട്, ലെഡ്ജേഴ്സും അവിടെ ഉണ്ട്. ലെഡ്ജ് കേട്ടോ, സോറി, ലെഡ്ജേഴ്സ് എന്ന് പറയാൻ പറ്റില്ല, ലെഡ്ജർ എന്ന് പറയാൻ പറ്റില്ല, ലെഡ്ജ് അവിടെ ഉണ്ട്. ദി തിക്നെസ് ഓഫ് സ്റ്റൈൽ ഈസ് ആർ ഈക്വൽ ടു ദി തിക്നെസ് ഓഫ് ലെഡ്ജസ് ആൻഡ് തിക്നെസ് ഓഫ് ബാറ്റൺ. വീതി കണ്ടോ നിങ്ങൾ? വീതി സെയിം ആണെന്ന് അവർ പറയുന്നത്. നമുക്ക് ചിത്രം നോക്കി നോക്കാം. നമുക്ക് ഇതാണ് ലെഡ്ജഡ് ആൻഡ് ഫ്രെയിമഡ് ഡോറിൻ്റെ ഫിഗർ. നമുക്ക് നോക്കി നോക്കാം കേട്ടോ. ഈ കാണുന്നതാണ് നമ്മളെ കട്ടില. അതായത് ഇങ്ങനെ ഈ കാണുന്നതാണ് ഇത് നമ്മുടെ ചുമരിനോട് ചേർത്ത് വെക്കുന്ന കട്ടില. ഞങ്ങളുടെ നാട്ടിൽ കട്ടില എന്ന് പറയുക, അല്ലെങ്കിൽ ഇംഗ്ലീഷിലാകുമ്പോൾ ഫ്രെയിം എന്ന് വിളിക്കും. ഓക്കെ ആണോ? അതെല്ലാവർക്കും മനസ്സിലായിരുന്നായിരിക്കും. ഞാൻ മായ്ക്കുന്നുണ്ട്. അതാണ് നമ്മുടെ കട്ടില എന്ന് വിളിക്കുന്ന ആൾ. ഇനി നമ്മളെ ബാറ്റൺസ് അല്ലേ, ബാറ്റൺസ്. ഇവിടെ ഒരു ബാറ്റ് ഉണ്ടാവും കേട്ടോ, ഇവിടെ ഒരു ബാറ്റ് ഉണ്ടാവും. ഇത് ഇവിടെ ഫസ്റ്റ് അല്ല, ഇവിടെ ഇതൊരു ബാറ്റൺ, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. കണ്ടോ? 4 ബാറ്റൺ വെച്ചിട്ടുണ്ട്. 4 പലകളുണ്ട്. 6 പലകളില്ല, 4 പലകൾ വെച്ചിട്ടുണ്ട്. ഓക്കെ ആണോ? പക്ഷേ ഫസ്റ്റ് പലക കണ്ടോ? ഈ ഫസ്റ്റ് പലകയും അതുപോലെ തന്നെ ഏറ്റവും ലാസ്റ്റ് പലകയും കണ്ടോ? ഇതിൻ്റെ വിളിക്കുന്ന പേരാണെന്ത്? സ്റ്റൈൽ. ഇവന്മാരെന്താണ്? നല്ല കട്ടി കൂടിയ ആളാണ്. ഓക്കെ ആണോ? പിന്നെ ലെഡ്ജ് കണ്ടോ? ടോപ്പിൽ കൊടുത്തിട്ടുണ്ട്, മിഡിലിൽ കൊടുത്തിട്ടുണ്ട്, പിന്നെ അടിയിലും കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ മിഡിൽ ലെഡ്ജ് കണ്ടോ നിങ്ങൾ? മിഡിൽ ലെഡ്ജ് എന്ത് ചെയ്തിട്ടുള്ളത്? മിഡിൽ ലെഡ്ജ് 4 പലകളെ തമ്മിൽ മാത്രമേ ബന്ധിപ്പിച്ചിട്ടുള്ളൂ. ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. 4 പലക. കാരണം പലകളെ തമ്മിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നിൽ അടിക്കുന്ന ആളുടെ പേരാണെന്ത്? ലെഡ്ജ്. പക്ഷേ മുകളിലും താഴെയും ടീ ഹിഞ്ച് കൊടുക്കേണ്ടതിനാൽ ഈ 4 പലക അഡീഷണലായിട്ട് ഫസ്റ്റ് അല്ലേ ടീ ഹിഞ്ച് വരുന്ന സ്റ്റൈലും അവിടെ വരുന്ന സ്റ്റൈൽ അല്ലെങ്കിൽ ഫ്രെയിമിൻ്റെ മുകളിലും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് കൊടുത്തിട്ടുണ്ട്? ടോപ്പ് ലെഡ്ജും ബോട്ടം ലെഡ്ജും ഈ സ്റ്റൈലിലേക്ക് ചേർത്ത് ബന്ധിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നടുവിൽ എന്ത് ചെയ്തിട്ടുള്ളൂ? നടുവിൽ ലെഡ്ജ് എന്തുള്ളൂ? 4 ബാറ്റൺ അല്ലെങ്കിൽ 4 പലകളെ തമ്മിൽ മാത്രമേ ബന്ധിപ്പിച്ചിട്ടുള്ളൂ. സൈഡിൽ നിങ്ങൾ നോക്കി നോക്കും. കണ്ടോ? ഈ അറ്റത്ത് കാണുന്ന ഈ ഷെയ്ഡ് ചെയ്ത ഈ ചെറിയ ആളാണ് അത് ഈ നമ്മുടെ 4 പലക, ബാറ്റൺ എന്ന് വിളിക്കുന്നത്. ഈ 4 പലക. ഇനി അവരെ തമ്മിൽ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ ലെഡ്ജ് മുഖേന ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഈ മിഡിൽ ലെഡ്ജ് കണ്ടോ? 4 പലകളെ തമ്മിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ടോപ്പും ബോട്ടും എന്ത് ചെയ്തിട്ടുണ്ട്? ഏറ്റവും ഫസ്റ്റിലേക്കും കൂടി, അതായത് സ്റ്റൈലിലേക്കും കൂടി എന്ത് ചെയ്തിട്ടുണ്ട്? വലിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ ആണോ? ഇവിടെയും നിങ്ങൾക്ക് ചിത്രം ശ്രദ്ധിക്കാം അല്ലേ? ഇനി ഈ കാണുന്ന ആൾ കണ്ടോ? ഈ കാണുന്ന ആളാണ് നമ്മുടെ കട്ടിലയുടെ ഭാഗം. ഇനി ഇവിടെ കണ്ടോ? ഇവിടെ മഷി മാറ്റം അല്ലേ? ഇവിടെ അത്യാവശ്യം തിക്കായിട്ടുള്ള ആളെ കണ്ടോ? അയാളെ വിളിക്കുന്ന പേരാണെന്ത്? സ്റ്റൈല്. ഓക്കെ ആണോ? നമ്മൾ പുതിയ കട്ടിയുള്ള ആളെ 10 സെൻറ്റിമീറ്റർ കട്ടി എന്ന് പറഞ്ഞില്ലേ, അയാളെ വിളിക്കുന്ന പേരാണെന്ത്? സ്റ്റൈല്. കണ്ടോ? ഇയാളാണ് സ്റ്റൈല്. ഇനി ഈ ഒരു വി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാവും. ഇതാണ് എന്ത്? നമ്മളെ കട്ടില. ഇത് നമ്മൾ ബാറ്റൺ കണ്ടോ നിങ്ങൾ? 4 പല കേട്ടോ, 4 പല. ഇവിടെ ടങ്ങുണ്ട്, തൊട്ടടുത്ത പലകൾ ഗ്രൂ ഉണ്ട്. അപ്പോൾ ടങ്ങാണ് ഗ്രൂ ജോയിൻ്റായിട്ടും യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലെഡ്ജ് ഉണ്ട്. ഇതെല്ലാം സെയിമാണ്. പക്ഷേ ഫസ്റ്റ് പലക കണ്ടോ? ഫസ്റ്റ് പലക വിളിക്കുന്ന പേരാണെന്ത്? സ്റ്റൈല്. ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ്. ആ സ്റ്റൈലിൻ്റെ കനം കണ്ടോ നിങ്ങൾ? സ്റ്റൈലിൻ്റെ കനം കണ്ടോ നിങ്ങൾ? അല്ലേ? ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് കണ്ടോ? ഈ ഒരു കനാണ് നമ്മൾ ഇവരിവിടെ ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുള്ളത്. അതായത് ദി തിക്നെസ് ഓഫ് സ്റ്റൈൽസ് ആർ ഈക്വൽ ടു ദി തിക്നെസ് ഓഫ് ലെഡ്ജസ് ആൻഡ് തിക്നെസ് ഓഫ് ബാറ്റൺ. ആൻഡ് എന്ന് ഇവിടെ അർത്ഥം കൊടുത്തുള്ളത് പ്ലസ് എന്നുള്ള ചിഹ്നത്തിലാണ്. കാര്യങ്ങൾ മനസ്സിലായത് നിങ്ങൾക്ക്? ഇവിടെ ഒന്നുകൂടി നോക്കി നോക്കൂ. ഇവിടെ നമ്മളെ കട്ടില അല്ലേ? ലെഡ്ജ് ആൻഡ് ബ്രേസറിൽ കട്ടില. ഇവിടെ ഇതെന്തെങ്കിലും ഉണ്ടോ?
സപ്പോർട്ട് ചെയ്യാൻ ഫ്രെയിമോ അല്ലെങ്കിൽ സ്റ്റൈൽ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. പക്ഷേ നമ്മുടെ ലെഡ്ജ്ഡ് ആൻഡ് ഫ്രെയിംഡ് ഡോറിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഫസ്റ്റ് പലകയും ലാസ്റ്റ് പലകയും എടുത്ത് ഒഴിവാക്കിയിട്ട് അവിടെ പുതിയ ആൾ വന്നു, ഫ്രെയിമായിട്ട് വരുന്ന സ്റ്റൈൽ വന്നു. അപ്പോൾ ചിത്രം മനസ്സിലായെന്ന് വിചാരിക്കുന്നു, കാര്യവും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം നമുക്ക് കാര്യം മനസ്സിലായാൽ നമുക്ക് അത്രയും കാണാതെ നമുക്ക് പഠിക്കേണ്ട കാര്യം വരില്ല. പിന്നെ PSC പോയിൻ്റ് ഓഫ് വ്യൂ സ്റ്റേറ്റ്മെൻറ്റ് വരികയാണെങ്കിൽ നമുക്ക് കാര്യം മനസ്സിലാവണം. മനസ്സിലായിട്ട് ഞാൻ ഒന്നുകൂടി ക്ലാസ് എടുക്കാം. എനിക്ക് കുഴപ്പമൊന്നുമില്ല, സന്തോഷമേ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ 4 പലകളുള്ളൂ എന്ന് ആദ്യം വിചാരിച്ച് വെക്കുക. പിന്നെ ഈ 4 പലകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ലെഡ്ജ് കൊടുത്തിട്ടുണ്ട്, ടോപ്പും ബോട്ടും മിഡിലും. അതിൽ മിഡിലിൽ എന്ത് ചെയ്തിട്ടുള്ളൂ, 4 പലകളെ മാത്രമേ ബന്ധിച്ചിട്ടുള്ളൂ. പക്ഷേ ഫസ്റ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഫസ്റ്റും ബോട്ടം ലെഡ്ജ് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ടീ ഹിഞ്ച് വെക്കണ്ടേ, ടീ ഹിഞ്ച് വെക്കണമെങ്കിൽ പലയുടെ മുകളിൽ വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റൈലിൽ കൂടി എന്ത് ചെയ്യണം, നമ്മൾ പലകൾ വെക്കണ്ടേ. അപ്പോൾ അതിനും കൂടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ലെഡ്ജ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒന്ന് നീട്ടിയിട്ടുണ്ട് കണ്ടോ. ഇനി ഈ ഫസ്റ്റ് വരുന്ന പലകനെയും ലാസ്റ്റ് വരുന്ന പലകയും ഒരു ഫ്രെയിമായിട്ട് ആക്ട് ചെയ്യും. അവരുടെ തിക്നെസ് നമ്മുടെ 2 തിക്നെസ്സും കൂടി കൂട്ടിയതിൻ്റെ കനം ഉണ്ടാവുക. അതാണ് നമ്മുടെ ഈ വ്യൂ കാണിക്കുന്നത് കേട്ടോ. കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് ഫിഗർ 4. അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ് ലെഡ്ജ്ഡ് ബ്രേസ്ഡ് ഫ്രെയിംഡ് ഡോർ. ദീസ് ഡോർ ഡിഫർ ഫ്രം എബവ് 3 ഡോർ. വളരെ ഇമ്പോർട്ടൻ്റ്. ഇതുവരെ പഠിച്ചതായിട്ട് ഒരു ബന്ധമില്ലെന്ന് അവർ പറയും. നമുക്ക് ചിത്രം നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ആൻഡ് ആൻ അഡീഷണൽ ബ്രേസസ് പ്രൊവൈഡ് ഡയഗണലി ബിറ്റ്വീൻ. ഒരു അഡീഷണൽ ബ്രേസില്ലേ, നമ്മളിപ്പോൾ ലെഡ്ജ് സപ്പോർട്ട് ചെയ്യണത് എങ്ങനെ, അത് പ്ലാങ്ക് ഇങ്ങനെ ഉണ്ട്. പ്ലാങ്ക് എന്ന് പറഞ്ഞാൽ അവന് പഠിച്ച കേട്ടോ, ബാറ്റൺ എന്ന് വിളിക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായി പഠിച്ചു പോവുക. ബാറ്റൺ പലകൾ ഇങ്ങനെ ഉണ്ടല്ലേ, അവരിങ്ങനെ തമ്മിൽ ബന്ധിപ്പിക്കണതാണ് ഇത് ലെഡ്ജസ്. ഇങ്ങനെ ഡയഗണലി ബന്ധിപ്പിക്കണതാണ് അത് ബ്രേസ്. അപ്പോൾ അഡീഷണൽ ബ്രേസ് കൂടി കൊടുത്തിട്ടുണ്ട് ബിറ്റ്വീൻ ദി ലെഡ്ജസ് ടു ഇൻക്രീസ് മോർ സ്ട്രെങ്ത്, ഗുഡ് അപ്പിയറൻസ് ആൻഡ് മോർ ഡ്യൂറബിലിറ്റി ഓഫ് ദി ഡോർ. നെക്സ്റ്റ്, ദിസ് ഡോർ കൺസിസ്റ്റ് ഓഫ് 2 സ്റ്റൈൽ, 3 ലെഡ്ജസ് ആൻഡ് 2 ബ്രേസസ്. ഈ ഒരു പോയിന്റ് എന്ത് ചെയ്യുക, ഈ PSC പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഇയാൾക്ക് എന്തുണ്ട്, 2 സ്റ്റൈലുണ്ട്, 3 ലെഡ്ജ് ഉണ്ട് അല്ലേ. ലെഡ്ജ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്ത് ഇങ്ങനെയുള്ള സാധനം, ഇങ്ങനെ ടോപ്പ് ബോട്ടം മിഡിൽ, ഇങ്ങനെ 3 ലെഡ്ജ് ഉണ്ട്. 2 ബ്രേസസും ഉണ്ട് കേട്ടോ. ദി ബാറ്റൺസ് ആർ ജോയിൻഡ് ടുഗദർ ബൈ ടങ് ആൻഡ് ഗ്രൂവ്ഡ്. ബാറ്റൺസ് പലകൾ എങ്ങനെയാണ്, എല്ലാ ഡോറിലും എങ്ങനെയാണ്, ടങ് ആൻഡ് ഗ്രൂവ് ആണ് കേട്ടോ. ആൻഡ് വി ജോയിൻറ്റ്, ഇവിടെ എന്ത് പ്രത്യേകത ഉണ്ട്, ഇവിടെ എന്തുണ്ട്, വി ജോയിൻ്റ് ഉണ്ട് കേട്ടോ. ദി ബ്രേസസ് ആർ നോർമലി ഹൗസ്ഡ് ഇൻ ടു ലെഡ്ജസ് അറ്റ് അബൌട്ട്, ഈ ലാസ്റ്റ് പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്, അറ്റ് അബൌട്ട് 3 സെൻറ്റിമീറ്റർ ടു 4 സെൻറ്റിമീറ്റർ ഫ്രം ദി സ്റ്റൈൽസ് ഓഫ് ദി ഡോർ. നമുക്ക് ചിത്രം കണ്ടു കഴിഞ്ഞാൽ ഒന്നുകൂടി സിമ്പിളായിട്ട് മനസ്സിലാവും. നമുക്ക് എന്ത് ചിത്രം നോക്കിയോക്കാം. ചിത്രം സ്ക്രീനിൽ ഫിറ്റാണെന്ന് വിചാരിക്കുന്നത്. ഇത് നമ്മുടെ കട്ടില അല്ലേ, ഇത് നമ്മളെ കട്ടില, ഇത് കട്ടിലയുടെ ഹെഡ്, ഇത് കട്ടിലയുടെ ഏറ്റവും സെയിം, ഇവിടെ ഇംഗ്ലീഷിൽ വിളിക്കുന്ന പേരാണത് ഫ്രെയിം. ഓക്കെ ആണോ. ഇനി നമ്മുടെ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന ആളെ പേരെന്താണ്, സ്റ്റൈല്. ഇയാളെ സ്റ്റൈല്, ഇയാളും സ്റ്റൈല്. ഓക്കെ ആണോ. ഇനി ബ്രേസ് മാത്രമാണ് എന്ത് അഡീഷണലി വ്യത്യാസം അല്ലേ. നമ്മൾ ലെഡ്ജ്ഡ് ആൻഡ് ഫ്രെയിംഡ് ഡോറിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ബ്രേസ് കൊടുത്തിട്ടുണ്ടോ, ഇല്ലാലോ. മനസ്സിലായോ? ഇപ്പോൾ നിങ്ങൾക്ക് ചിത്രം ഓടിയോ. അതായത് ഈ ഫിഗറിൽ ഇങ്ങനെ നിങ്ങൾക്ക് ബ്രേസ് കൊടുത്തിട്ടുണ്ടോ, ഇല്ലാലോ. ഓടിയോ, മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഒരു വട്ടം കൂടി എടുക്കുക. ഈ ഡോറ് അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളാണ് റാങ്ക് മേക്കിങ് കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോണ്ടേ. അതായത് ടോപ്പിൽ അടിച്ച് കൊടുത്തിട്ടുണ്ട്, മിഡിൽ അടിച്ച് കൊടുത്തിട്ടുണ്ട്, പിന്നെ നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്, ബോട്ടമിൽ അടിച്ച് കൊടുത്തിട്ടുണ്ട്, ബ്രേസ് ഡയഗണലി അഡീഷൻ ആയി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ ലോക്കൊക്കെ എവിടെയാണ് കൊടുക്കുകയെന്ന്, ലോക്ക് എവിടെ കൊടുക്കുക കേട്ടോ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ചിത്രങ്ങൾ മനസ്സിലാലോചിച്ചാൽ മതി. അപ്പോൾ സൈഡ് വ്യൂ കറക്റ്റാണെന്ന് വിചാരിക്കുന്നു, സിമ്പിളല്ലേ. ഇതും കറക്റ്റാണ് വിചാരിക്കുന്നു. എന്താണ്, ബ്രേസ് കൊടുത്തിട്ടുണ്ട് അഡീഷണലായിട്ട്. പിന്നെ എണ്ണം നോക്കുക, 2 സ്റ്റൈല്, 3 ലഡ്ജ്, 1 2 3 ലഡ്ജ്, 2 ബ്രേസ്. ഇനി നെക്സ്റ്റ് ടോപ്പിക്ക് ടൈപ്പ് ഓഫ് പാനൽ ഡോർ അല്ലേ. ഇനി പാനൽ ഡോർ നമ്മളെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഡോറിനെ നമുക്ക് എന്ത് വിളിക്കാം, പാനൽ ഡോർ എന്ന് വിളിക്കാം. എന്തുകൊണ്ട് അങ്ങനെ വിളിക്കണം നമുക്ക് നോക്കി നോക്കാം. ദീസ് ടൈപ്പ് ഓഫ് ഡോർസ് ആർ വൈഡ്ലി യൂസ്ഡ് ആൻഡ് ആൾമോസ്റ്റ് ആൾ
all type of buildings since they are strong and give better appearance than battened door. This door consists of framework in the form of vertical members called stiles and horizontal members called rails. ഇവിടെ horizontal members വിളിക്കുന്ന പേരെന്താണ്? റൈൽസ് എന്നാണ്. കാരണം റൈൽസ് എവിടെ വരിക? ഒരു ഫ്രെയിമായിട്ടാണ് വരിക അല്ലേ. ഇത് നമ്മൾ സ്റ്റൈല്, ഇത് നമ്മളെന്താണ്? ഇത് നമ്മൾ റെയിൽ. നമ്മൾ ആദ്യം പഠിച്ചത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അപ്പിയറൻസ് ഒന്നും പറ്റ ലോക്കലല്ലേ, നമുക്ക് എന്ത് ചെയ്യാം, ബാറ്റേൺസ് ഇങ്ങനെ കാണാം അല്ലേ. ഇതിൽ ബാറ്റേൺസ് എന്തെങ്കിലും കാണുമോ? ഇല്ലാലോ. അങ്ങനെ വിളിക്കുന്ന പേരാണ് ഇത് പാനൽ ഡോർ അല്ലേ. സിമ്പിൾ അല്ലേ. വിച്ച് ആർ ഗ്രൂവ്ഡ് അലോങ് ദി ഇന്നർ എഡ്ജ് ഓഫ് ദി ഫ്രെയിം ടു റിസീവ് ദി പാനൽ. പാനൽ പറയുമ്പോൾ നടുവിൽ വെക്കുന്ന ആൾട്ടോ. നിങ്ങളുടെ വീട്ടിലൊക്കെ ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ ഒരു റെയിലും കൂടി വരും, ഇവിടെ ഒരു റെയിലും കൂടി വരും. എന്നിട്ട് എന്ത് ചെയ്യും, ഇവിടെ ഒരു പലകളുണ്ടാവും, ഇവിടെയും പലകളുണ്ടാവും, ഇവിടെയും പലകളുണ്ടാവും. അതിനെ വിളിക്കുന്ന പേരാണ് പാനൽ കേട്ടോ. നമുക്ക് നോക്കി നോക്കാം. ദി പാനൽസ് ആർ മെയ്ഡ് ഫ്രം ടിമ്പർ കൊണ്ട് ഉണ്ടാക്കുക. പ്ലൈവുഡില്ലേ, നമുക്ക് വില കുറഞ്ഞ ഡോറൊക്കെ പ്ലൈവുഡിൽ. ഇത് ചട്ടം, നമ്മൾ മലയാളത്തിൽ വിളിക്കുക ചട്ടം എന്നാട്ടോ. ചട്ടം എന്നാണ് വിളിക്കുക. ചട്ടം എന്തായിരിക്കും? നല്ല തേക്കിൻ്റെ ചട്ടമായിരിക്കും. നമ്മളെ പലകൾ എന്തായിരിക്കും? മഹാഗണ്ടായിരിക്കും. അങ്ങനെയൊക്കെ നമ്മളെ വയസ്സായ ആൾക്കാരൊക്കെ ഇങ്ങനെ പറയാം, തേക്കിൻ്റെ ചട്ടം വേണം. ഈ മറ്റേ ഇത് പലക എന്തിൻ്റെ ആയാലും കുഴപ്പമില്ല, തേക്കിൻ്റെ ചട്ടം വേണമെന്നൊക്കെ പറയാം. അപ്പോൾ ഇതാണ് ചട്ടം, അതായത് ഫ്രെയിം. അത് ഫ്രെയിമിനെ രണ്ടായിട്ട് വിളിക്കും. ഇതാണ് സ്റ്റൈല്, ഇതാണ് ടോപ്പ് റെയിൽ. സ്റ്റൈലും റെയിലും അല്ലേ, സ്റ്റൈലും റെയിലും. അതിൽ ആ പ്രൊനൗൺസിയേഷൻ എന്ത് ചെയ്യാൻ നിങ്ങൾ പഠിച്ചു വെക്കുക അല്ലേ, സ്റ്റൈല് റെയിൽ. ഇനി ദി പാനൽസ് ആർ മെയ്ഡ് ഫ്രം ടിമ്പർ പ്ലൈവുഡ് ബ്ലോക്ക് ബോർഡ് നമുക്ക് ഒരു മെറ്റീരിയൽ പഠിക്കാണ്ട് കേട്ടോ. ഈ ലാസ്റ്റ് മൊഡ്യൂളിൽ എന്താ പഠിക്കാണ്ട്? AC ഷീറ്റ് ഓർ ഈവൻ ഗ്ലാസ് കൊണ്ടൊക്കെ നമ്മൾ ഡോർ കണ്ടിട്ടില്ലേ. നമ്മൾ ചില ഓഫീസ് ഡോറിൽ എന്തുണ്ടാവും, അടിഭാഗം പലകൊണ്ടും മുകൾ ഭാഗം ഗ്ലാസ്സും ഇല്ലേ, അതൊക്കെ ഇതിൽ വരുന്നതാണ്. പാനൽ ഡോർസ് ആർ വേരിയസ് ടൈപ്സ് സജസ്. ഒന്നാമത്തെ ടൈപ്പാണ് ഫ്രെയിംഡ് ആൻഡ് പാനൽ ഡോർ. ഒരു ഫ്രെയിമും ഉണ്ടാവും, ഒരു പാനലും ഉണ്ടാവും അല്ലേ. 1ഉം 2ഉം, ഫിഗർ 1ഉം 2ഉം നോക്കിക്കോളൂ. ഫിഗർ 1 ആൻഡ് ഫിഗർ 2. ഫിഗർ 2 കണ്ടില്ല നിങ്ങൾ? നമുക്ക് നോക്കി നോക്കാം. ഫിഗർ 1 ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. കാണുന്നുണ്ടോ? ഒരു ഫ്രെയിമാണ് ഉണ്ടല്ലേ, സ്റ്റൈലും ടോപ്പ് റെയിലും ബോട്ടം റെയിലും, ലെഫ്റ്റ് സ്റ്റൈലും റൈറ്റ് സ്റ്റൈലും, അങ്ങനെ വിളിച്ചാലും കുഴപ്പമില്ല കേട്ടോ, നമുക്ക് പഠിക്കേണ്ട രീതിയിൽ. പിന്നെ ഇത് പാനൽ കണ്ടോ, വലിയൊരു പാനലല്ലേ, നടുവിൽ ഇത്രയും വലിയൊരു പാനലാണ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ആണോ? ഇവിടെ പാനൽ നമ്മൾ എന്താക്കി, രണ്ടായി സ്പ്ലിറ്റ് ആക്കി അല്ലേ, ഒന്നുകൂടി ഭംഗിയായില്ലപ്പോൾ അല്ലേ. നടുവിലൊരു ഇടച്ചട്ടം അല്ലെങ്കിൽ ഇടക്കെട്ട് എന്ന് പറയാം കേട്ടോ, ഇടക്കെട്ട്. ഇവിടെ നോക്കി നോക്കൂ, ഒന്നുകൂടി ഭംഗിയായിട്ടില്ലേ. ഇങ്ങനെ വേർട്ടിക്കലി വരുന്ന നടുവിൽ വരുന്ന സ്റ്റൈലിനെ വിളിക്കുന്ന പേരാണ് മുള്ളിയൻ. അത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ അവർ കൊടുത്ത നോട്ട് നമുക്ക് നോക്കി നോക്കാം. ചിത്രം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദിസ് ഈസ് എ കോമൺ ടൈപ്പ് ഓഫ് ഡോർ യൂസ്ഡ് ഇൻ ആൾ കൈൻഡ് ഓഫ് ബിൽഡിംഗ്. ഓക്കെ, കുഴപ്പമില്ല, പഠിക്കേണ്ട ആവശ്യമില്ല. ദി ഡോർ ഈസ് കൺസിസ്റ്റ് ഓഫ് കോമൺ ടൈപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫ്രെയിമാണ് പാനൽഡ് എന്ന് എന്ത് ചെയ്ത് പഠിച്ചു വെച്ചോട്ടോ. കാരണം PSC പോയിന്റ് ഓഫ് വ്യൂവിൽ ഇങ്ങനെ ചോദ്യം വന്നിട്ടുണ്ട്. പഠിക്കണ്ടെന്ന് പറഞ്ഞ് ഞാൻ ക്ഷമ ചോദിക്കുന്നു, നിങ്ങൾ പഠിക്കുക. ദിസ് ഡോർ കൺസിസ്റ്റ് ഓഫ് എ ഫ്രെയിം വർക്ക് വിത്ത് വേർട്ടിക്കൽ മെമ്പേഴ്സ് കാൾഡ് സ്റ്റൈൽസ്. ഇതിനെന്ത് വിളിക്കും? സ്റ്റൈൽ എന്ന് വിളിക്കും. ആൻഡ് ഹൊറിസോണ്ടൽ മെമ്പേഴ്സ് കാൾഡ് റെയിൽ. ഇതിനെ റെയിൽ എന്ന് വിളിക്കും. മുകളിലാണെങ്കിൽ ടോപ്പ് റെയിൽ, അടിയിലാണെങ്കിൽ ബോട്ടം റെയിൽ കേട്ടോ. ദി സ്റ്റൈൽസ് ആൻഡ് റെയിൽസ് ആർ ഗ്രൂവ്ഡ് അലോങ് ദ ഇന്നർ എഡ്ജസ് ഓഫ് ദി ഫ്രെയിം വർക്ക് ടു റിസീവ് പാനൽ. ഇതിന് ഉള്ളിൽ എന്ത് ചെയ്യണം, പാനൽ വരുന്ന രീതിയിലാണ് എന്ത് ചെയ്യുക, ഇവർ ജോയിൻ ചെയ്യാം. ഇനി അടുത്തത് ദിസ് ടൈപ്പ് ഓഫ് ഡോർ സ്ട്രോങ് ആണ്, ഗുഡ് അപ്പിയറൻസ് അല്ലേ, അടിപൊളിയാണ്. റെഡ്യൂസ് ടെൻഡൻസി ടു ഷ്രിങ്കേജ്. ഇവന്മാർ ചുരുങ്ങാൻ ഇവർക്ക് ഇതുണ്ടോ, സ്ഥലമുണ്ടോ? ഇല്ലാലോ, ചുരുങ്ങത്തില്ല. ഇനി ദി പാനൽസ് ആർ മെയ്ഡ് ഫ്രം വുഡ്, പ്ലൈവുഡ് ആൻഡ് ഗ്ലാസ്. നമ്മൾ നോക്കിയതാണ്. ദി ഡോർ ക്യാൻ ഹാവ് 1 പാനൽ ടു മൾട്ടി പാനൽ ആസ് റിക്വേർഡ്. നമ്മൾ ഈ ചിത്രത്തിൽ കണ്ടു അല്ലേ, ഫസ്റ്റ് ചിത്രത്തിലായിരുന്നു ഒരു പാനലായിരുന്നു, മറ്റേ 2 ആക്കി. ഇതിലെന്താക്കി, മുകളിൽ 2 അടിയിലൊന്നും നോക്കി, അപ്പോൾ മൾട്ടി പാനലും ആക്കാം. ഇൻ ദി വേർട്ടിക്കൽ സബ് ഡിവിഷൻ ഓഫ് പാനൽസിന് വേർട്ടിക്കൽ സബ് ഡിവിഷൻ ഈ ചിത്രത്തിലുള്ള പോലെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് മുള്ളിയൻ. ദി വേർട്ടിക്കൽ പീസസ് ആർ കോൾഡ് മുള്ളിയൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ ദി വേർട്ടിക്കൽ സബ് ഡിവിഷൻ ഓഫ് പാനൽ ദി വേർട്ടിക്കൽ പീസസ് ആർ കോൾഡ് മുള്ളിയൻ. ദി സ്റ്റൈൽസ് ആർ കണ്ടിന്യൂസ് ഫ്രം ടോപ്പ് ടു ബോട്ടം ആൻഡ് ദ ആർ സിംഗിൾ പീസ്. സ്റ്റൈൽസ് എന്ന് പറയുന്നത് നമ്മളെ ആ ഫ്രെയിം വരില്ലേ, ആ വലിയ പീസ് ഉണ്ടല്ലോ, ആ മെയിൻ ചട്ടം. ഈ ചട്ടം എന്താണ്, മോള് മുതൽ അടി വരെ ഒറ്റ പലകയാണ്, സിംഗിൾ പീസാണ്. എന്താണ് സിംഗിൾ പീസാണ് കേട്ടോ. ദി സ്റ്റൈൽസ് ആർ റെയിൽഡ് ആർ ജോയിൻഡ് ബൈ സ്റ്റൈൽസും റെയിൽസും. അതായത് ഇവിടെ ജോയിൻ വരില്ലേ, ഇവിടെ ഒരു ജോയിൻറ്റ് വരില്ലേ, ആ ജോയിൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, മോർട്ടൈസ് ആൻഡ് ടെനൻ. എന്ത് ചെയ്യും, ഒരു കുഴി ഉണ്ടാക്കി വെക്കും. നമുക്ക് പറഞ്ഞുതരാം, ജോയിൻറ്റ് നമുക്ക് ലാസ്റ്റ് എടുക്കാം. ഒരു ഡിസംബർ ഡേറ്റ് ഞാൻ പറയുന്നില്ല, നിങ്ങൾ എന്ത് ചെയ്യുക, പ്ലേലിസ്റ്റ് അപ്ഡേറ്റ് ആയത് എന്നാന്ന് നോക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരു ഡീസൽ മെക്കാനിക്കിന് എന്തോ ഒരു ടൂൾസിൻ്റെ വീഡിയോ എടുത്തിരുന്നു, അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് എടുത്തിട്ടുണ്ട്.
നിങ്ങൾ എന്ത് ചെയ്യുക, പ്ലേലിസ്റ്റ് അപ്ഡേറ്റ് ആകുമ്പോൾ നിങ്ങളൊന്ന് ഇടയ്ക്ക് ചാനലൊന്ന് കയറി നോക്കുക. ദി ബോട്ടം ആൻഡ് ലോക്ക് റെയിൽസ് ആർ മെയ്ഡ് വൈഡർ ദാൻ ടോപ്പ് റെയിൽ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ബോട്ടം ലോക്ക് റെയിൽ പറയുമ്പോൾ നമ്മൾ ലോക്ക് കൊടുക്കുന്ന റെയിൽ, ലോക്ക് റെയിലും അതുപോലെ തന്നെ ബോട്ടം റെയിലും എന്തായിരിക്കും, വൈഡർ ദാൻ ടോപ്പ് റെയിൽ. നിങ്ങൾ ചിത്രം നോക്കണം കേട്ടോ. ചിത്രം ചിലപ്പം ബോട്ടം റെയിൽ ഇച്ചിരി കമ്മിയാണെന്ന് വിചാരിക്കും. ഓക്കെ ആണോ? ദി തിക്നെസ് ഓഫ് ദി പാനൽ ഈസ് അബൌട്ട് 20 mm. സ്റ്റൈൽസിൻ്റെ തിക്നെസ് നിങ്ങൾ പഠിച്ചു നോക്കുക, ഇതിൻ്റെ തിക്നെസ് പഠിച്ചു നോക്കുക. ഫോർ സ്മാൾ ഓപ്പണിംഗ് ദി സിംഗിൾ ലീഫ് ഷട്ടർ ആൻഡ് ലാർജ് ഓപ്പണിംഗ് ഡബിൾ ലീഫ് ഷട്ടേഴ്സ് ആർ ഉപയോഗിക്കുന്നത്. അതായത് ലീഫ് ഷട്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചില വീടിൻ്റെ ഉമ്മറപ്പടിയത്തെ ഡോർ, അതായത് കയറി വരുന്ന ഡോർ കണ്ടോ, അതിനിങ്ങനെ ഇങ്ങനെ ഒരു ഷട്ടർ ഇവിടെയും ഇങ്ങനെ ഷട്ടർ ഇവിടെ ഉണ്ടാവും. അതായത് നമുക്ക് 2 പാളിണ്ടാവും, വാതിലിന് 2 പാളിണ്ടാവും അല്ലേ, 2 പാളിണ്ടാവും. എങ്ങനെ ഇപ്പോൾ കാണിച്ചു തരാം നമുക്ക്. എന്നിട്ട് ഇവിടെ റേഞ്ച് ഇച്ചിരി കമ്മിയാട്ടോ. അതായത് 2 ഡോർ ഉണ്ടാവും, ഇങ്ങനെ ചെറിയ രണ്ട് ഭാഗമാണ് നമ്മുടെ മെയിൻ വാതിലുണ്ടാവുക. ഇത് തന്നെ കണ്ടോ. അതായത് വലിയ ഓപ്പണിംഗ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ചെറിയൊരു പീസും ഇങ്ങനെ ചെറിയ പീസും വെക്കാം. നമ്മൾ പണ്ട് ചെറിയ ഓപ്പണിംഗ് ആണെങ്കിൽ എന്ത് ചെയ്യുക, സിംഗിൾ പീസ് ആക്കാം. പക്ഷേ ഇതിൽ കണ്ടോ, ഒരു ഓപ്പണിംഗ് ഇവിടെയുണ്ട്, ഒരു ഓപ്പണിംഗ് ഇവിടെയുണ്ട്. ഇവിടെ നെറ്റ് സ്പീഡ് കമ്മിയാട്ടോ. ഇനി നെക്സ്റ്റ്, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫോർ സ്മാൾ ഓപ്പണിംഗ് ദി സിംഗിൾ ലീഫ് ഷട്ടർ ആൻഡ് ദി ലാർജ് ഓപ്പണിംഗ് നമുക്ക് എന്ത് ചെയ്യാം, ഡബിൾ ലീഫ് ഷട്ടേഴ്സ് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് ഫിഗർ, ഇതും അതിലുള്ള തന്നെയാണ്. സൈഡ് വ്യൂ ഒക്കെ നിങ്ങൾ നോക്കി നോക്കാം കേട്ടോ. ടോപ്പ് റെയിലുണ്ട്, പാനൽ അല്ലേ, നടുവിൽ വെക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പാനൽ വിളിക്കാം. ഇത് പാനൽ നമുക്ക് എന്ത് ചെയ്യാം, ഗ്ലാസ് കൊണ്ട് വെച്ച് എന്ത് ചെയ്യും, ഉള്ളിൽ നല്ല പ്രകാശം കിട്ടൂലേ. ഇനി ഫ്രീസ് റെയിലുണ്ട്, പിന്നെ പാനൽ ഫ്രെയിമുണ്ട്, ലോക്ക് റെയിലുണ്ട്, ബോട്ടം റെയിലുണ്ട്. സോറി, നമുക്ക് അടുത്ത ക്ലാസിഫിക്കേഷൻ നോക്കാം. ഇത് പാനൽ ഡോറിൽ വരുന്ന ക്ലാസിഫിക്കേഷൻ കേട്ടോ. ഗ്ലേസ്ഡ് ഓർ സാഷ് ഡോർ 3 A B C കണ്ടോ, നമുക്ക് നോക്കി നോക്കാം. ഈ ഗ്ലേസ്ഡ് എന്ന് വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അതിന് ഇംഗ്ലീഷ് വാക്ക് ഓർമ്മ വേണം. ഗ്ലേസ്ഡ് എന്തായിരിക്കും അല്ലേ, തിളക്കം അല്ലേ. അപ്പോൾ ലൈറ്റ് വരുന്ന എന്തെങ്കിലും ഐഡിയ ആയിരിക്കും. നമുക്ക് നോക്കി നോക്കാം. ദീസ് ഡോർസ് ആർ പ്രൊവൈഡ് വിത്ത് അഡീഷണൽ ലൈറ്റ് ഈസ് റിക്വയർഡ് ടു ബി റിസീവ്ഡ് ഫ്രം ദി റൂം ത്രൂ ദി ഡോർസ് ആർ വിൻഡോസ്. ലൈറ്റ് വരണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും മെറ്റീരിയൽ വേണം അല്ലേ. ദീസ് ഡോർസ് മേ ബി ഫുള്ളി ഗ്ലേസ്ഡ് ഓർ പാർഷ്യലി പാനൽഡ് ആൻഡ് പാർഷ്യലി ഗ്ലേസ്ഡ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫുള്ള് ലൈറ്റ് വരുന്ന രീതിയിൽ ഗ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ പാർഷ്യലി നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ മരം കൊണ്ടോ പ്ലൈവുഡ് കൊണ്ടോ പിന്നെ ബ്ലോക്ക് ബോർഡ് കൊണ്ടോ നമുക്ക് എന്ത് ചെയ്യാം, പകുതി പാനൽ ഉണ്ടാക്കുക, പകുതി എന്ത് ചെയ്യുക, ഗ്ലേസ് കൊടുക്കുക. ഈ ഗ്ലേസ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്താൽ മതി, ഒരു ഗ്ലാസിൻ്റെ പീസ് വെച്ചാൽ പോരെ. ദീസ് ഡോർസ് ആർ യൂസ്ഫുൾ ഫോർ റെസിഡൻഷ്യൽ ഹൗസ്. അത് നിങ്ങൾ നോക്കുക. ദി റേഷ്യോ ഓഫ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ്, PC പോയിന്റ് ഓഫ് വ്യൂ ഈ ഒരു സെക്ഷൻ ഇമ്പോർട്ടൻ്റ്. ദി റേഷ്യോ ഓഫ് ഗ്ലേസ്ഡ് പോർഷൻ ടു പാനൽഡ് പോർഷൻ ഈസ് 2:1. ഏതായിരിക്കും കൂടുതൽ ഉണ്ടാവേണ്ടത്, മനസ്സിലായോ? ഓക്കെ ആണോ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. ദി ബോട്ടം 1/3 ഹൈറ്റ് ഈസ് പാനൽഡ് ആൻഡ് ടോപ്പ് 2/3 ഹൈറ്റ് ഈസ് ഗ്ലേസ്ഡ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഏതാണ് ഉണ്ടാവുക? സിമ്പിളാട്ടോ, ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഏതാണ് ഗ്ലേസ്ഡ് പോർഷൻ ഉണ്ടാവുക കേട്ടോ. ദി ഗ്ലാസ് ഈസ് പ്ലേസ്ഡ്, അതായത് നോർമലി ഇങ്ങനെയാണ്, 1/3 ഭാഗം ചെയ്യും പാനലിയും, മുകളിലെ 2 ഭാഗം എന്ത് ചെയ്യും, മുകളിലാണ് ഗ്ലേസ് ചെയ്യുക. കാരണം നമുക്ക് ആൾക്കാർക്ക് ഹൈറ്റ് ഇല്ലേ, ആൾക്കാർ തമ്മിൽ കാണാനൊക്കെ ഒരു അപ്ലിക്കേഷൻ എന്നുള്ള രീതിയിൽ ഇട്ടാം. ദി ഗ്ലേസ് ഈസ് പ്ലേസ്ഡ് ഇൻ ടു റിബേറ്റ്, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൊവൈഡ് വിത്ത് വുഡൻ ബേഴ്സ് ഫിക്സ്ഡ് ബൈ വയർ നെയിൽ. വുഡൻ ബീഡ്സ് ആർ ഫിക്സ്ഡ് ടു ദി ഫ്രെയിം. നെക്സ്റ്റ്, to increase the space of the glazed portion, the width of the middle lock rail is decreased. അതായത് നമുക്ക് ഗ്ലേസ്ഡ് പോർഷൻ, ഗ്ലാസിൻ്റെ കാര്യം നല്ലോണം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നടുവിൽ കൊടുക്കുന്ന ആളെ വിളിക്കുന്ന പേരാണെന്ത്, നമ്മുടെ മിഡിൽ റെയിലില്ലേ അല്ലെങ്കിൽ ലോക്ക് റെയിൽ. ഈ മിഡിൽ റെയിലിന് കട്ടി നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് കുറയ്ക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മുകളിൽ കുറച്ചും കൂടി ഗ്ലേസ്ഡ് പോർഷന് സ്ഥലം കിട്ടും. ദിസ് ലോക്ക് ലെവൽ ഈസ് കാൾഡ് ആസ് ദ ഡിമിനിഷൻ സ്റ്റൈൽസ് ഓർ ഗൺ സ്റ്റോക്ക് സ്റ്റൈൽ. ഇതും PSC പോയിന്റ് ഓഫ് വ്യൂവിൽ
വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ ലോക്ക് കൊടുക്കുന്ന ആ ലെവലിന് എന്ത് വിളിക്കും? ഈ 2 പേര് നോക്കുക കേട്ടോ, ഗൺ സ്റ്റോക്ക്, ഡിമെൻഷൻ സ്റ്റൈൽ. അപ്പോൾ ഇതിൻ്റെ ചിത്രം നമുക്കൊന്ന് കൂടി നോക്കി നോക്കാം. കണ്ടോ? നമുക്ക് എന്ത് ചെയ്യാം, ഫുള്ള് ഗ്ലാസ് കൊടുക്കാം അല്ലേ? നമ്മളെ സ്റ്റൈലിൻ്റെയും റെയിലിൻ്റെയും ഇടയിൽ ഏതാണ് സ്റ്റൈൽ ഏതാണ് റെയിൽ മറന്നോ? ഇതേതാണ്? ഇത് റെയിൽ, ടോപ്പ് റെയിൽ, ഇത് ബോട്ടം റെയിൽ, ഇത് ലെഫ്റ്റ് സ്റ്റൈല്, ഇത് റൈറ്റ് സ്റ്റൈല്. ഇത്രയും ഇടയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഗ്ലാസ് വെക്കാം അല്ലേ? അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ഫ്രണ്ട് വീടൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെയും ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഗ്ലാസ് വെക്കാം. പക്ഷെ അടിയിൽ 1/3 ഭാഗം നമ്മൾ എന്ത് ചെയ്യണം? പലക കൊണ്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ ആണോ? അടിയിൽ പലക കൊണ്ട് വെച്ചിട്ടുണ്ട് അല്ലേ? ഇനി മൂന്നാമത്തെ ചിത്രം ഇപ്പോൾ എന്താ, ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ടോപ്പ് റെയിൽ സാഷ് ബാർ എന്ന് പറയുമ്പോൾ ഇവിടെയൊക്കെ ഗ്ലാസ്സാണ് എഴുതിക്കോ. ഗ്ലാസ്സുകൾ തമ്മിൽ എന്ത് ചെയ്യണം? ഇടക്കെട്ട് വേണ്ട, അതായത് ചാല് കീറിയിട്ട് ഗ്ലാസ്സുകളൊക്കെ ഉണ്ട്. അതിന് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ സ്വാഷ് ബാർസ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത്രയും ഭാഗം ഗ്ലാസ്സാണ് കേട്ടോ. അടിയിൽ വലിയൊരു ഭാഗം എന്ത് ചെയ്തിട്ടുണ്ട്? മരം കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊരു ഫ്രണ്ടിൻ്റെ ഡോറൊക്കെ, അതായത് വീടിൻ്റെ ഫ്രണ്ടിൻ്റെ ഡോറൊക്കെ ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഇങ്ങനത്തെ ഡോറ് ഞാൻ കണ്ടിട്ടില്ല. ലോക്ക് റെയിലുണ്ട്. നിങ്ങൾ ലോക്ക് റെയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നമ്മൾ ലോക്ക് കൊടുക്കും. ഇനി അടുത്തത് ഫിഗർ 4ഉം 5ഉം അടുത്ത ഇത് കേട്ടോ. ഫിഗർ 4 എവിടെ? ഫിഗർ 4 അടിയിൽ അവർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം നോക്കി നോക്കാം.